ഇപ്പോൾ ഒക്ടോബർ മാസം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബൊഗെയിൻവില്ല നിറയെ പൂക്കുന്ന ഒരു സമയമാണ്. പക്ഷെ പൂക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. മഴയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് വയ്ക്കണം. ഹാർഡ് പ്രൂണിങ് ചെയ്ത് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കാം. യൂബീസ് ക്രിയേറ്റീവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഹാർഡ് പ്രൂണിങ് ചെയ്ത ശേഷം മഴ കൊള്ളാതെ മാറ്റി വെച്ചിരുന്ന ചെടിയാണ് ഞാനിപ്പം ഒന്ന് മഴയൊക്കെ മാറിയപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്ത് ഇപ്പോഴും കുറച്ച് പൂക്കളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി സോഫ്റ്റ് പ്രൂണിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി നല്ല ഷേപ്പിൽ വന്നിട്ട് ഇഷ്ടം പോലെ നിറയെ പൂക്കളുണ്ടാവും. അപ്പം പ്രൂണിങ് മാത്രം ചെയ്താൽ പോരാ, നമുക്കതിനകത്ത് കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ പ്രൂണിങ്ങിൽ ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിലും അതുപോലെ തന്നെ സാധാരണ കത്തിയാണെങ്കിൽ നമ്മളതൊന്ന് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ. ഒന്നിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് പുരട്ടിയാലും മതി. അപ്പോൾ നമ്മുടെ കത്രികയൊക്കെ പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൂടുതൽ ഇലയുണ്ടല്ലോ, ആ കൂടുതൽ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നമുക്കത് മുറിച്ച് മാറ്റുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നിറയും പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ മുറിക്കുന്ന ഈ ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് പിന്നെ വീണ്ടും തൈകളാക്കി മാറ്റാം കേട്ടോ. പക്ഷേ തൈകളാക്കി മാറ്റിയാലും എല്ലാം ഒന്നും നമുക്ക് പിടിച്ച് കിട്ടില്ല. ഒരു 10 വെച്ചാൽ 2-3 പിടിച്ച് കിട്ടും. ഞാൻ അതുപോലെ ചെയ്ത തൈകൾ നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത സമയത്ത് ഞാൻ വെച്ച തൈകളാണ്. ഇപ്പോൾ ഒരു 6 മാസം ആയിട്ടുണ്ട് തൈകൾക്ക്. ഇതിപ്പോൾ ഇതിനകത്തിപ്പോൾ കട്ട് ചെയ്യാനൊന്നുമില്ല. ഒത്തിരി നീളത്തിൽ നിൽക്കുന്ന ചെറിയൊരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചെടി നടുമ്പോൾ വെറുതെ മണ്ണിൽ മാത്രമേ വയ്ക്കാവുള്ളൂ, വളമൊന്നും ഇട്ട് കൊടുക്കരുത്. പിന്നെ ആ ചെടി നമ്മളൊരു എന്താ പറയുക, ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും അത് ഒരുവിധം വേരൊക്കെ നന്നായി പിടിക്കുക. അപ്പോൾ നന്നായി വേര് പിടിച്ച് ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുള്ളൊരു ചെറിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് അറിയാമല്ലോ, പ്ലാന്റ് വളരുന്നതനുസരിച്ച് വലിയ പോട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്ന DAP നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. DAP നല്ലൊരു വളമാണ്. പക്ഷേ DAP ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് 2-3 ദിവസമൊക്കെ നന്നായിട്ട് നനയ്ക്കണം, മറന്നു പോകരുത്. ഇതാണ് നമ്മുടെ DAP. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ. ഇത് പറയുക ഒരു 3-4 തരികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ തൈ ആണെങ്കിൽ 3-4 തരികൾ, വലിയ പ്ലാന്റ് ആണെങ്കിൽ മാത്രം ഒരു 5-6 തരികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് 2-3 തരികൾ വീതം ഈ ചെറിയതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ വലിയതിനും നമുക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ടിത് നനച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ കളകളുണ്ടെങ്കിൽ ഒന്ന് പറിച്ച് മാറ്റുക. അതിനുശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എന്താ പറയുക, നല്ല നീർവാർച്ചയുള്ള പോട്ട് മിക്സ് ആയിരിക്കണം കേട്ടോ ഇതിന് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചുവട്ടിലല്ലാതെ ഇച്ചിരി മാറ്റി 2-3 തരികൾ വീതം 4 സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു 3 തരി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നത് മൂടി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3-4 സ്ഥലത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം, 3 തരികൾ വീതം. എന്നിട്ട് അത് പതുക്കെ ഒന്ന് മൂടി കൊടുക്കാം. മൂടി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഇത് കുറച്ച് ഒരു വർഷം പ്രായമുള്ള തൈയാണ് ഞാൻ ആദ്യം ഇട്ടത്. ഇപ്പോൾ രണ്ടാമത് തൈ കാണിക്കുന്നത് കുറച്ചുകൂടെ പ്രായമുള്ള തൈയാണ് കേട്ടോ. ഒരു 3 വർഷം ഒക്കെ പ്രായമുണ്ട് ഈ തൈക്ക്. ഇത് നിറയെ പൂക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇത്തിരി ഇതിനകത്ത് 2-3-4 സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി ഈ ചെടി നമ്മുടെ മഴക്കാലമൊക്കെ ഏതാണ്ട് മാറിയല്ലോ. ഇനി നമ്മൾ നല്ല വെയിൽ കൊള്ളുന്നിടത്ത് വേണം വയ്ക്കാൻ. പ്രത്യേകം പറയാം, നല്ല വെയിൽ കൊള്ളുന്നിടത്ത് ഇരുന്നാൽ മാത്രമേ ബൊഗെയിൻവില്ല നിറയെ പൂക്കുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മഴക്കാലത്ത് അധികം മഴ കൊള്ളാതെ മാറ്റി വയ്ക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നനച്ച് കൊടുക്കാം. നന്നായി നനച്ച് കൊടുക്കണം. നല്ല വെയിൽ കൊള്ളാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്.
സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം ബൊഗൈൻവില്ല വളർത്തുന്നില്ല. കാരണം ഒത്തിരി ധാരാളം ചെടികളുള്ളതുകൊണ്ട് ബൊഗൈൻവില്ലയ്ക്ക് മാത്രമായിട്ട് മാറ്റി വയ്ക്കാൻ ഒത്തിരി സ്ഥലമില്ല. പ്രൂണിങ് അറിയാമല്ലോ, നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളയണം. സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരു 20 സെൻറ്റിമീറ്റർ നീളമെങ്കിലും നിർത്തിയിട്ട് വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ. അത് ചെറിയൊരു കമ്പ് കോതൽ മാത്രമാണ് സോഫ്റ്റ് പ്രൂണിങ്. ഈ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേറൊരു വളം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന മിക്സർ വളം. ഇത് ഓർഗാനിക്കാണ് കേട്ടോ. ഇത് തന്നെ ഇടണമെന്നില്ല. ഇത് ഉണ്ടോ, ഇത് NPK തന്നെയാണ്. N10 P10 K5 നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പോൾ ഇതൊരു നന്നായിട്ട് പൂക്കാനുള്ള ഒരു വളമാണ്. നിങ്ങൾക്ക് ഇത് തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളം ചേർക്കാം. ഞാനിപ്പോൾ ഇതാണ് കൊടുക്കാൻ പോകുന്നത്. അതപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ DAP ഒക്കെ ഇട്ട ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെയ്യാവുള്ളൂ. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വളമിട്ട് കൊടുക്കാവുള്ളൂ. അതിനിടയ്ക്ക് ചെടി നന്നായിട്ട് നനച്ചും കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മിക്സർ NPK എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എൻ്റെ ചുവട്ടിൽ എപ്പോഴും നമ്മൾ അറിയാമല്ലോ, നമ്മൾ ജൈവവളവും രാസവളവും മാറി മാറി കൊടുക്കണം. അപ്പോൾ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിട്ട് വേണം ജൈവവളവും കൊടുത്ത ശേഷം നമ്മൾ രാസവളം കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ജൈവവളം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ പ്ലാന്റ് ആയതുകൊണ്ട് 3 സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ 1 സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചെടി ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോൾ നിറയും പൂവുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും നമ്മൾ വളമിടുന്നതിന് മുമ്പ് ചൂടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും കളയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചും കളയണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.